വിദ്യ നീ വരുന്നില്ലേ? നല്ല ബിരിയാണി ഉണ്ടല്ലോ. അതെ, നിങ്ങൾ പോയിക്കോ, എനിക്ക് മനസ്സിനൊരു സുഖമില്ല. നീ എന്താ ചെറിയ പിള്ളേർ പോലെ? ഇതെല്ലാം നമ്മളെ ജീവിതത്തിന്റെ ഭാഗമല്ലടാ. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല, അല്ലടാ? പിന്നല്ലാണ്ട്. നീ ഒരിക്കൽ വന്നേ. പ്രശ്നേട്ടി നീ പോയിട്ട് വാടാ. വീട്ടിൽ പറഞ്ഞല്ല, അന്നത്തിന്റെ മുമ്പിൽ നമ്മ ബലം പിടിച്ചോട്ടാ. കാവിന്റെ കൂടെ പോലെ ഇവിടെ കുറച്ച് വെള്ളം കൊടുക്കടാ. എന്തല്ലാന്ന് നന്നായിട്ട് തോന്നല്ലോ അല്ലേ? വിദ്യ നല്ല മണം. എന്തായി വിദ്യ, നിന്റെ കല്യാണമല്ല? കുഴപ്പമില്ല, നോക്കുന്നുണ്ട്. നടന്നാ മതി, നോക്കി പഠിച്ചോ. അടുത്തത് നിന്റെയാ. ഇലയെടുത്ത് മാറ്റ്. നിങ്ങൾ കേട്ടിരുന്നോ? പറയട്ടാ. ഭക്ഷണം കഴിച്ചിട്ടെടുക്കാൻ മതി. കാലുണ്ട് നോക്കിയാ കുനിഞ്ഞു നോക്കിയാ മതി. എന്ത് വർത്താനാണ്? അല്ല വിദ്യേ, ഈ ബാല്യക്കാർക്ക് കുറച്ച് കഴിഞ്ഞ് കഴിച്ചാ പോരെ? വയസ്സായവരെ കഴിക്കട്ടല്ല. അതെ വിദ്യ, വയസ്സായവരല്ലടാ. ഇരുന്നോട്ടിപ്പാ, നമുക്ക് പിന്നെ ഇരിക്കാം. വിദ്യ വാ, പ്രായമുള്ളവരല്ലേ, എണീച്ചെടുത്ത്. വിദ്യാട്ടാ എങ്ങനെ വല്ലല്ല തിന്നിട്ട് പോടാ. ഇന്ന് എന്തിനാ എണീച്ചിനി? പ്രായമായ അമ്മയില്ലടാ. ഈ എന്തെന്ന് ആ തോണ്ടി നമുക്ക് എപ്പോഴും പരിപാടിയാണ്. ഏടെ പോയി കഴിഞ്ഞാൽ ആദ്യം കരുതും. കുറച്ച് വെള്ളം നിന്നേ. ആ ഇനിയിപ്പോ ഏതായാലും അടുത്തേലും നമ്മളപ്പം ഇരിക്കാം. ആദ്യത്തെ ആ ഒരു ഉന്തുന്നട ലേശം കൊണ്ടിട്ടുണ്ട്. ഇല്ലടാ ഇവിടെ പ്രശ്നേട്ടില്ല വരാണ്ട്. അതെന്ത് പോക്കാ നിങ്ങൾ തിന്നാണ്ട്? ഇല്ലടാ, പീടിയയിൽ കുറച്ച് പണിയുണ്ട്. പുതിയ സ്റ്റോക്കിൽ പൂനെന്റെ ടീഷർട്ട് വന്നിട്ടുണ്ടോ? വെളുത്തിട്ടുണ്ടല്ലേ, ഈടെ കൊണ്ടുവന്നിട്ട് ആരെടുക്കാനാ? നിങ്ങ വെക്കാനിട്ടല്ലേ, ഒന്ന് വെച്ച് നോക്കിയാട്ടെ, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ട കണ്ട, ഇതെല്ലാം വെക്കണോ? എന്നാണ്ടല്ലേ ചക്കന്മാര് വീടിലേക്ക് പാഞ്ഞും കയറും. ഇനിയിപ്പോ അടുത്തേല് വല്ലതും നോക്കാം. ഞാൻ വിടുകടാ. അല്ല, നിങ്ങ ചക്കനും പണിയും കാണുന്നില്ലേ? ഒരു ഫോട്ടോ എടുത്തിട്ട് പോ. ഒരിടത്ത് തന്നെ ഉണ്ടല്ലോ, പിന്നെ പങ്കെടുക്കാം. എന്നാ ശരി. ശരി, പക്ഷേ കുറച്ച് വെള്ളം 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 ഇപ്പൊ കൊണ്ടുവരാം. ഇയാളെ നീ കാണിക്കുന്നത്. പിന്നെ ഇക്കള് വന്നാ പിടിച്ചെടുത്താൻ പറ്റുമോ? ഇക്കള് വന്നണ്ടല്ല, കാര്യമായിട്ടൊന്ന് പേടിപ്പിച്ച് നോക്കിയേ. ഇക്കള് ബ്രേക്ക് ഇട്ടോലെ ഒന്ന് പോയ പാടുന്നു. അതെയാ? എന്നാ പിന്നെ ഞാനിപ്പോ കാണിച്ചു തരാം. കാണിച്ചു തരാം. ഓന്റെ ഒരു ഐഡിയ നോക്കാല. നമ്മളെ സുഹൃത്താ കണ്ടുപോലെ. പെണ്ണേട്ടാ, നിങ്ങളെ പന്നി ഫാമിലി മേച്ചിട്ട് ഡിങ്കോൾഫിയാന്നുള്ള ന്യൂസ് കേട്ടല്ല? ഇവർക്ക് അതെല്ലാം അറിയാ. പോടപ്പെടാം. അതെ, ഒരു തമാശ. എന്തിന്റെ ആവശ്യം? കുറച്ച് കഴിക്ക്, ഒരു ചെറിയ കണ്ണാട്ടാ, ഇതൊന്നും നോക്കിയട്ടെ. എന്റെ അമ്മച്ചേ, മാറ്റാൻ നോക്കിയാതെ. എടാ, നിന്റെ ആടുന്ന പ്രശ്നം കണ്ണിന് കുത്തിറക്കി. ആട് ഭയങ്കര പ്രശ്നം. ഈ കല്യാണം വേണ്ട, നമുക്ക് വേറെ നോക്കാം. ആ മോതിരം വരി. മോതിരം ഊരാണോ പറഞ്ഞത്? കൊട്ടാ പോട്ടാ. ഒരു മൊബൈൽ സിനിമയിൽ അഭിനയിച്ചവരൊന്നും എന്റെ മോക്ക് വേണ്ട. നീ അങ്ങനെ പറയല മോനെ, നമുക്ക് സംസാരിക്കാന്ന്. നീ കാര്യം മനസ്സിലാക്കി. ഒന്നും പറയണ്ട, ഇപ്പെങ്കിലും കാര്യം മനസ്സിലായിരുന്നു നന്നായി. ഓമനെ, ഞാൻ പറയുന്ന കേക്ക്. ഒന്നും പറയണ്ട നാരായണേച്ചി. പിള്ളേർ നല്ലത് പറഞ്ഞു വളർത്തണം, ഇല്ലെങ്കിൽ കണ്ട ഫാമിലൊക്കെ കേറി നേരം. നിങ്ങൾ വന്നേതാമോട്ടാ. നീ ഒറ്റ കാരണത്തള്ള ഓരോ സ്ഥലത്ത് പോയിട്ട് എന്തെല്ലാം ഉണ്ടാക്കിയിട്ട് ഓനെ ഏരിയ കാണുന്നില്ല. പാഞ്ഞളില്ലേ ഓനെന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ കാണാൻ അവന്റെ എല്ല് ഞാൻ വെള്ളാക്കും ഞാൻ. നീ എല്ലാ വീഡിയോ പിടിച്ചേ, അതെങ്ങനെ ഓന്റെ കയ്യിലെത്തി?
അത് മെമ്മറി കാർഡ് കൊടുത്തരം മാറിപ്പോയതാ. നാട്ടിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിട്ട് ഇനി അങ്ങനെ ഈ കുന്ത്രാന്റെ അടുത്ത് എന്റെ മുന്ന് തോണ്ടുന്ന തള്ളയാ നീയല്ലേ ഒപ്പിച്ചിനി കണ്ട നീ വെറുതെ നാരായണനെ പറയണ്ട, ഞാൻ കണ്ടതാ, എല്ലാം വിദ്യാധരനാക്കിയതാ. വിദ്യാധരനാ? ആ മകേഷ് ചെക്കൻ വെള്ളം കൊടുക്കുമ്പോ ഫോണില് സാധനം കയറ്റിട്ട് ചെക്കന്റെ സ്റ്റേയിലേക്ക് ഉന്തി വിട്ടത്. ഓന് പിന്നെ വിഷമില്ലാണ്ടിരിക്കോ? ഓന്റെ കല്യാണം മുടക്കിട്ടല്ലേ ഇവരെന്ത് റെഡിയാക്കിന്? ഇന്ന് ഓന്റെ അവസാന ഓൻ അങ്ങനെ അവിടെ മാന്യനായിട്ട് ജീവിക്കണ്ട. നീ എന്ത് ഉണ്ടാണോ നോക്കിക്കണേ? ഇങ്ങോട്ട് വാ. വിദ്യ സുധേട്ട ഓനെ തല്ലനെ കൊല്ലേ വേണ്ട. ഇവൻ നമ്മുടെ ചെക്കന്റെ കല്യാണം മുടക്കി. കല്യാണം മുടക്കിനാ? ഇത് പാഞ്ഞു വന്ന് കൊല്ലാൻ ഇവനെന്താ കോയാ സുധാര? ഞങ്ങല്ല ഇടുള്ളവരാന്നേ. എന്ത് കാര്യം അറിയാനോടോ? ഞങ്ങൾ എല്ലാ കാര്യം അറിഞ്ഞിട്ടെന്നെ ഇടക്കുന്നത്. ഓനെ പറ്റിച്ചിട്ടല്ലേ നിങ്ങളെല്ലാരും കൂടി പോയിന്? ഇന്ന് ചൊറപ്പിച്ച കല്യാണം മുടക്കും, എന്നും മുടക്കും. ആ നിന്റെ കല്യാണം നടത്താൻ നമ്മ സമ്മതിക്കൂടാ. കാണിച്ചേരാ ഓനോന്റെ പെണ്ണിനും കൂട്ടി നിങ്ങളെല്ലാം മുന്നിൽ കൂടി നടക്കണേ. അത് ഞാൻ കാണിച്ചു എന്റെ മെമ്മറി കാർഡ് ചന്ദ്ര, നീയും നിന്റെ ടീമും ഈ നാട്ടുകാർ മൊത്തം കേൾക്കാൻ വേണ്ടി പറയാ. 1 മാസത്തിനുള്ളില് ഞങ്ങള് കണ്ണന്റെ കല്യാണം നടത്തുക. അത് ഗംഗമായിട്ട് നടത്തുക. വേണ്ട, ഞങ്ങൾക്ക് 1 മാസം തയ്ച്ചു വേണ്ട. ഈ വരുന്ന 20 ദിവസത്തിനുള്ളില് വിദ്യന്റെ കല്യാണം ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് നടത്തുക. അല്ലെങ്കിൽ നീയൊക്കെ പറഞ്ഞ് എന്ത് പണി ഞങ്ങൾ ചെയ്യൂടാ? പറയുന്ന മുഴുവൻ കേട്ട് വായിത്താള ഇറക്കടാ. 2 ആഴ്ച വെറും 14 ദിവസം ഞങ്ങൾ പോയിടാ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വെറും നിക്കേന്ദ്രാ ഓൻ പറയട്ടെ. എന്തരാ നാക്കിറങ്ങിപ്പോയാ? നീ കേട്ടില്ലേ? 14 ദിവസം. അതിനുള്ളിൽ പറ്റിയില്ലെങ്കിലേ നിങ്ങ എന്ത് വേണം ചോദിച്ചോ, നമ്മ ചെയ്തു തരൂ. ഇത് എന്റെ വാക്കാടാ. ലോക്കൽ സെക്രട്ടറി സുധാകരന്റെ വാക്കാടാ. നിങ്ങൾ എല്ലാരും കേട്ടല്ലോ, ഇവരെന്ത് വേണമെങ്കിലും തരാന്ന്. അതേടാ, നിങ്ങൾ ചോദിക്കേ. ഈ വരുന്ന 14 ദിവസത്തിനുള്ളിൽ ഈ നിൽക്കുന്ന കണ്ണന്റെ കല്യാണം നടന്നില്ലെങ്കിൽ എള്ളിക്കുറിശി കുട്ടിച്ചാത്തന്റെ കളിയാട്ടവും വേട്ടയ്ക്ക് പോക്കും ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ പേടിക്കില്ല. വെല്ലുവിളികൾ നേരിട്ട ചരിത്രം നമ്മുടെ പ്രസ്ഥാനത്തിനുള്ളൂ. കണ്ണന്റെ കല്യാണം നടത്തും വലിയ ആനക്കാര്യൊന്നുമല്ല. വേട്ടയും കലയാട്ടും ഈറ്റൊക്കെ കുറെ നടത്തും. അത് സ്വപ്നത്തില് സമ്മതാണ്. നിങ്ങൾ പണി തുടങ്ങിക്കോ. നമ്മൻ തുടങ്ങി. ഇനി നമുക്ക് കണ്ണന്റെ കല്യാണക്കുറിയായിട്ട് കാണടാ. ഓടാ ഈ ധൈര്യമായിട്ട് ഞാൻ കണ്ടുകൂടാ. സന്തോഷായില്ലേ? പിന്നെ എല്ലാം ഫ്രഷാന്ന് വിചാരിച്ചു നീ? ഞാൻ ആലോചിച്ചിട്ട് ഇനിയിപ്പം വളഞ്ഞ വഴി നടക്കൂ സുധാര. മാന്യമായിട്ട് കല്യാണം കഴിക്കാനല്ലേ പെണ്ണിനെ കിട്ടാത്തുള്ളൂ. നേരെ മറിച്ച് പ്രേമിക്കാനും ഒളിച്ചോടാൻ ഇഷ്ടം പോലെ പെണ്ണിനെ കിട്ടും. അതുകൊണ്ട് എവിടുന്നെങ്കിലും ചാടിച്ചുകൊണ്ടുവരാം. ഇനിയിപ്പോ അതേ വഴിയുള്ളൂ. ചാടിക്കാൻ ഒരുത്തിനെ ചാടിച്ച എന്റെ കഷ്ടം ഇപ്പോഴും അനുഭവിക്കുന്നു. ഇനി ബെറ്റ് വരാൻ വെറും 7 ദിവസമേ ഉള്ളൂ. എന്തിനു കണ്ണാ 7 ദിവസം? 2 മണിക്കൂർ മതി. 2 മണിക്കൂർ കൊണ്ട് പ്രേമം മുളക്കും, പൂക്കും, കായ്ക്കും, വേടപ്പ് നടത്താം. അങ്ങനെ നടക്കുവോ? ആ കണ്ണാ എനക്കൊന്ന് കൊടി ബസ്സിൽ ഞാൻ എത്രത്തിനെ കാണുന്നുണ്ട്. 2 ദിവസം കൊണ്ട് നിന്റെ കല്യാണം നടക്കണ. നീ എന്റെ അപ്പുറം ബസ്സിൽ വാ. കണ്ണാ, തോക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി എന്ത് നാറി മണിക്കും നിന്റെ കൂടെ നമ്മ നിൽക്കും. പ്രേമെങ്കിൽ പ്രേമം. അല്ലാണ്ട് ശ്രീചേച്ചിയുടെ പണി വന്നിട്ടല്ല. നീ വെറുതെ എന്റെ കയ്യിൽ നിന്ന്. ദേവേട്ടാ, നാളെ തൊട്ട് ഞാൻ നിങ്ങളുടെ ബസ്സിൽ വരുവാടെ നടക്കും. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? എനക്ക് ഉറപ്പുണ്ട്. ഒരുത്തി 1 ദിവസം കണ്ണന്റെ വിരിഞ്ഞ നെഞ്ചു, ഉണ്ടക്കണ്ണു, വെളുത്ത മനസ്സ് കണ്ട് കണ്ണട്ടാ ഐ ലവ് യു എന്ന് പറഞ്ഞു ഓടി വരും. അത് കിടുക്കിട്ടാ. ഇവ നടക്കുവോ? കണ്ണേട്ടാ ഐ ലവ് യു. നിനക്ക് നടക്കൂല, കണ്ണൻ നടക്കും. വേണമെങ്കിൽ എനക്കും. ശരിക്ക് നോക്കണം. കുറച്ച് കൊണ്ടുവന്നേ മാറി ഇക്കടാ.
പിള്ളമാർ ബാക്കോട്ടേക്ക് അല്ല ഇങ്ങോട്ടേക്ക് എന്റെ ഷംസു, എന്നാൽ ഈ ബുദ്ധി നമുക്ക് ഇത്ര വൈകി ബസ്സിൽ എത്രക്കാലം പെണ്ണുങ്ങളോട് കേരി ഇറങ്ങി പോവല്ലേ ഒന്നിനൊന്ന് മെച്ചം. ബസ് ഇറങ്ങിപ്പോ പറഞ്ഞോട് കണ്ണാ തിരക്കായി പോയി, കാര്യമെല്ലാം സെറ്റായി. കണ്ണ നീ ബാക്കി പറ. പറഞ്ഞോണ്ടിരിക്കുന്ന നിങ്ങൾ അപ്പോഴാ കയറി വന്ന് ചിരി എന്നെല്ലാം പറഞ്ഞ പുഞ്ചിരി പുഞ്ചിരി. സൂപ്പറല്ലേ കണ്ണ? ഷംസു അങ്ങനെ പറയല എന്റെ പെണ്ണിനെ പറ്റി. ഞാൻ സപ്പോർട്ട് ചെയ്താടോ. ആ സംഭവം ഓള് ചിരിച്ച് കുറച്ചേരം കഴിഞ്ഞ് എന്റെ അടുത്ത് വന്നിരുന്ന് ഒരാൾ ഇറങ്ങി പോയാരോ. പിന്നെ കഥ കുറച്ചില്. എന്ത് കഥ നിങ്ങൾ പറയുന്നേ? തുണ്ട് കഥ പടാ. ഞാൻ കണ്ടിട്ടല്ല. അല്ല ഓളെ ഞാൻ കണ്ടിട്ടാണ്. ഒരു മൂപ്പരാടുന്ന ബാക്ക് നിർത്തിയിട്ട് ട്യൂൺ ചെയ്യുന്ന ആ സമയത്ത് അതിന്റെ പാഴ കളവി ഇറങ്ങിയിട്ടേ ഇറങ്ങി പോയാലോ. ഞങ്ങള് വയ്യാലെ പോയി ഇറങ്ങിപ്പോയി. എന്നിട്ട് നമ്പർ എപ്പോഴാ പിന്നെ അല്ലാണ്ട് പറ്റി കഴിഞ്ഞിട്ട് വിളിക്കണം. വിളിക്കോ നമ്പർ ഫോൺ ഓഫായി പോയല്ലോ. നമ്പർ ഓർമ്മയുണ്ട്, കണക്കടാ. 811 811 87 87 47 155. എന്ത് പറ്റി? പൈസ ഇടുന്ന സുധാര മറ്റേ സംഭവം എന്റെ കണ്ണ പെട്ടെന്നൊരു പെണ്ണ് വന്ന് ചിരിച്ച് ഫോൺ നമ്പർ തന്ന് പോകുമ്പോ നമുക്ക് മനസ്സിലായിക്കൂടെ ഇതേതാ സാധനം? സുധാര മറ്റേതാ മിണ്ടറ മറ്റേ കേസാ? ആ മറ്റേ കേസാണ് കണ്ണ. എടാ പ്രണയം എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നുമല്ല. ഒരു പെണ്ണ് നമ്മളെ ഒന്ന് നോക്കും, ചിരിക്കും, വെറുപ്പിക്കും. നമ്മളൊന്ന് നോക്കിയത് കണ്ട മൂക്ക് അങ്ങോട്ട് വെട്ടിക്കും, വെറുതെ കുഴപ്പമുണ്ടാക്കും, നമ്മളെ കളിയാക്കും, പ്രശ്നം ഉണ്ടാക്കും. എന്നാലും ചോർച്ച പിടിച്ച് നമ്മുടെ കൂടെ അങ്ങോട്ട് നിൽക്കോളൂ. അല്ല പിന്നെ അങ്ങനെയാണെങ്കിൽ എന്നെ സ്ഥിരമായിട്ട് വെറുപ്പിക്കുന്ന ഒരു പെണ്ണുണ്ട്. ഒരാളുണ്ട്. ശരി, എന്തല്ല ഒന്ന് കാണാൻ വന്നാ? കണ്ടോ? ഞാനൊരു കാര്യം ചെയ്യട്ടെ? ചോയ്ക്ക്. നീ ഇതിന് എപ്പോഴും എന്നോട് ഇങ്ങനെ ചൂടാവും? നിങ്ങൾ ചൂടാവുന്ന പരിപാടി എടുത്തു വെക്കുന്നുണ്ട്. അപ്പൊ ചൂടാവുന്ന വേണം എന്നെ കാണാൻ ഭയങ്കര രസം നീ പറഞ്ഞല്ലോ. ചൂടാവുമ്പോ മാത്രല്ല, അല്ലാണ്ട് നിങ്ങളെ കാണാൻ ഒരേ രസമില്ല. ഇത് ചോദിക്കണ നിങ്ങൾ രാവിലെ തന്നെ ഒന്ന് ബ്ലോക്ക് ഇട്ടിനി. ശരി, ഞാൻ അത് വിടും. സത്യം പറ, നിനക്ക് എന്നോട് ഭയങ്കര പ്രേമല്ലേ? രവിയേട്ടൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കുറച്ച് മനസ്സിലായി. ഏത് രവിയേട്ടൻ? ആ ബസ്സിലെ കൊയ്യ? എന്റെ കണ്ണാട്ടിങ്ങളെ തലക്ക് വല്ല പ്രാന്തുണ്ടാ? അല്ല, എത്ര വയസ്സായെന്നാ നിങ്ങളെ വിചാരം? 35. നിങ്ങക്ക് നാണുണ്ട് ഈ വയസ്സിൽ എന്നോട് ഇങ്ങനെ പറയാൻ വേണ്ടിട്ട്? ഹരിതേന്റെ ഏട്ടനായി പോയി. മതി. എന്റെ പൊന്ന് കണ്ണാട്ടാ, നിങ്ങൾ പണ്ട് ഷീബേച്ചിനെ പ്രേമിച്ചതും ഷീബേച്ചി വീട്ടിൽ വന്നേരം അച്ഛനെ പേടിച്ചിട്ട് എനിക്ക് നിന്നെ അറിയേയില്ല എന്ന് പറഞ്ഞ് കീഞ്ഞു പറഞ്ഞതും എല്ലാം നാട്ടില് പാട്ടാണ്. പെണ്ണുങ്ങളിടയിൽ നിങ്ങൾക്ക് ഒരു പേരുണ്ട്, ചതിയൻ കണ്ണൻ. ഷെർലി,
കാര്യങ്ങൾ ഇത്രയും സ്ഥിതിക്ക് നീ ഈ കാര്യം ഹരിതോട് പറഞ്ഞു നിൽക്കണ്ട. ഓ